നിതീഷ് കുമാറിന്റെ ജെഡിയുവുമായി ഇനി ഒരു സഖ്യത്തിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആർജെഡി നേതാവും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ്. നിരന്തരം സഹായം തേടി നിതീഷ് കുമാറിന്റെ പാർട്ടി സമീപിക്കുന്നു എന്ന ആരോപണം കൂടി ഉയർത്തിക്കൊണ്ടാണ് തേജസ്വിയുടെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഭാവിയിൽ അവരുമായി ഒരു സഖ്യത്തിനുമില്ലെന്നും തേജസ്വി തീർത്തും പറഞ്ഞിട്ടുണ്ട്. പലതവണ ജെഡിയുവിനെ തങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇനി അവരുമായി ഒത്തുചേരുന്നതിൽ അർത്ഥവുമില്ലെന്നുമാണ് തേജസ്വി പറയുന്നത്. അവർ ആപത്തിൽപ്പെട്ടപ്പോൾ ഞങ്ങളുടെ മുൻപിൽ താഴ്ന്നു നിൽക്കുമായിരുന്നു. അങ്ങനെ ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ അവരെ സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യുന്നത് തികച്ചും അർത്ഥശൂന്യമായ കാര്യമാണെന്നാണ് തേജസ്വി യാദവ് തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ജെഡിയു നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല ലാലു പ്രസാദിനെ ലക്ഷ്യം വെച്ച് അവർ ഒരു തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ സഖ്യത്തിനായി നിതീഷ് കുമാറിനെ സമീപിച്ചത് ലാലു പ്രസാദ് യാദവ് ആണെന്ന് തേജസ്വിയുടെ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ട് ജെഡിയു പറയുന്നു. തേജസ്വിയെ സംബന്ധിച്ച് ഇത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. ആരാണിപ്പോൾ സഖ്യത്തിനായി അവരെ സമീപിക്കുന്നത്? ഞങ്ങൾ NDAയിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. ലാലു പ്രസാദാണ് നിതീഷ് കുമാറിനെ സഖ്യത്തിനായി സമീപിച്ചതെന്നാണ് ജെഡിയു ദേശീയ സെക്രട്ടറി രാജീവ് രഞ്ജൻ മറുപടി നൽകിയത്. അടുത്തിടെ ആർജെഡിയുമായുള്ള സഖ്യത്തെക്കുറിച്ച് നിതീഷിന്റെ പരാമർശം വന്നിരുന്നു. 2 തവണ അവരുമായി സഖ്യമുണ്ടാക്കുക എന്ന തെറ്റ് ചെയ്തെന്നായിരുന്നു നിതീഷ് കുമാറിന്റെ പ്രസ്താവന. ഇനി ഒരിക്കലും താൻ ഈ തെറ്റ് ആവർത്തിക്കില്ലെന്നും നിതീഷ് കുമാർ എടുത്തു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് തേജസ്വിയുടെ മറുപടി. ബീഹാറിലെ മഹാഗത്ബന്ധൻ സഖ്യത്തിലെ പ്രധാന സഖ്യകക്ഷികളിലൊന്നായ കോൺഗ്രസ് തേജസ്വി യാദവിന്റെ അഭിപ്രായം ഏറ്റെടുക്കുകയുണ്ടായി. കോൺഗ്രസ് വക്താവ് ഗ്യാൻ രഞ്ജനും നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. നിതീഷ് ഇടയ്ക്കിടെ ക്യാമ്പുകൾ മാറുന്നത് പതിവാണെന്നും എന്നാൽ ഇത്തവണ ആർജെഡിയും കോൺഗ്രസും അദ്ദേഹത്തെ അടുപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. BJPയും ഈ പ്രസ്താവനയോട് പ്രതികരിച്ചിരുന്നു. ആർജെഡിയുമായി സഖ്യമുണ്ടാക്കിയതിന് ബീഹാർ മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ BJP വക്താവ് കുന്തൽ കൃഷ്ണ തേജസ്വി യാദവിന്റെ നിരാശയാണ് ഈ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം കേന്ദ്രത്തിൽ 3ാം മോദി സർക്കാർ ഉണ്ടാക്കാൻ NDA സഖ്യത്തിന് ജെഡിയുവിന്റെയും നിതീഷ് കുമാറിന്റെയും പിന്തുണ അത്യാവശ്യമായിരുന്നു. നിതീഷിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. സത്യത്തിൽ മോദിയെ ഇത്രയധികം മുതലാക്കിയ ഒരു നേതാവിനെ നാം കണ്ടുകാണില്ല. കേന്ദ്ര സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതി എന്ന് വിശേഷിപ്പിച്ച അഗ്നിവീറിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യമായിരുന്നു ഇതിൽ പ്രധാനം.